ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും സേമിയയൊക്കെ കൊണ്ട് ആവിയിൽ തയ്യാറാക്കിയെടുത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആദ്യം വേണ്ടത് നേന്ത്രപ്പഴമാണ്. നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു പഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പഴം നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഇതുപോലെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആവുന്നത് വരെ നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. നന്നായിട്ട് ഇതുപോലെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഒന്ന് ഉടച്ചും കൂടെ എടുക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇവിടെ ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ആ തേങ്ങയുടെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇതിവിടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി സെയിം പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1 കപ്പ് സേമിയയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് വറുത്തിട്ടെടുക്കണം. ഞാനിവിടെ 280 ml കപ്പിലാണ് സേമിയ എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റ് ചെയ്ത സേമിയാണെങ്കിലും 1-2 മിനിറ്റ് ഇതുപോലെ നെയ്യിലൊന്ന് വറുത്തിട്ടെടുക്കേണ്ടതാണ്. നന്നായിട്ട് കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇതിപ്പോൾ സേമിയയുടെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായി ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് സേമിയ എടുക്കുമ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂണും താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ സേമിയ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി സേമിയ ഒന്ന് കുക്കായി വരണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമെല്ലാം ഇവിടെ ഒന്ന് വറ്റി സേമിയ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ്. ഞാനിവിടെ 1/2 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. കല്ലൊന്നുമില്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുള്ളതാണെങ്കിൽ ശകലം വെള്ളം ഒഴിച്ച് ഒന്ന് മെൽറ്റാക്കിയതിന് ശേഷം അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ശർക്കര ചേർത്തതിന് ശേഷം ആ സേമിയായിട്ട് നന്നായിട്ട് ഇനി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൂസായി വരും. അത് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കണം. ഇതിവിടെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് അതിലേക്ക് വഴറ്റി വെച്ചിട്ടുള്ള പഴവും തേങ്ങയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇനി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ആ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമാകണം. അതുവരെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ പാനിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഞാനിവിടെ വാഴയിലയിൽ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ആവിയിലൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടുതലായിരിക്കും. അതിനായി ഞാനിവിടെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. വാട്ടിയതിന് ശേഷമാണ് വാഴയില എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി നമുക്ക് മിക്സ് വെച്ച് കൊടുക്കാം. കുറച്ച് മിക്സ് വീതം വെച്ച് ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. മിക്സ് വെച്ചതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇലയിടയ്ക്കൊക്കെ മടക്കിയെടുക്കുന്നത് പോലെ ഒന്ന് മടക്കിയെടുക്കാം.
ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എല്ലാം ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുക്കാം. അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കാം. എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ വേകാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് തണുത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുള്ള പലഹാരമാണ്. എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ. എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.